മോസ്കോയെ ലക്ഷ്യമിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണം, പ്രധാന റിഫൈനറിയിൽ വൻ തീപിടുത്തം. വാർത്ത പ്രസാദ് തീയാടിക്കൽ. മോസ്കോ, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ഇന്ധനം വിതരണം ചെയ്യുന്ന പ്രധാന എണ്ണ റിഫൈനറിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടന്നതായി റഷ്യൻ അധികൃതർ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയിൽ വലിയ തീപിടുത്തമുണ്ടായതായും നിരവധി അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡ്രോണുകൾ റിഫൈനറിയുടെ നിർണായക ഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തെ തുടർന്ന് ഇന്ധന ഉൽപ്പാദനത്തിലും വിതരണത്തിലും താൽക്കാലിക തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചുവരികയാണ്. സംഭവത്തിൽ ആളപായമുണ്ടോയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ അധികൃതർ അറിയിച്ചു. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ഇന്ധനം വിതരണം ചെയ്യുന്ന പ്രധാന എണ്ണ റിഫൈനറിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടന്നതായി റഷ്യൻ അധികൃതർ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയിൽ വലിയ തീപിടുത്തമുണ്ടായതായും നിരവധി അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഡ്രോണുകൾ റിഫൈനറിയുടെ നിർണായക ഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തെ തുടർന്ന് ഇന്ധന ഉൽപ്പാദനത്തിലും വിതരണത്തിലും താൽക്കാലിക തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ റഷ്യൻ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അടുത്തിടെ വർദ്ധിച്ചുവരികയാണ്. സംഭവത്തിൽ ആളപായമുണ്ടോയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതോടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് റഷ്യൻ അധികൃതർ അറിയിച്ചു.